ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യൻ മതിലില്ലാത്ത പട്ടണം പോലെയാണ് എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. പുതിയ കാലത്ത് പറയുകയാണെങ്കിൽ കോവിഡ് രോഗികൾക്കിടയിൽ കൂടി മുൻകരുതലില്ലാതെ നടക്കുന്ന മനുഷ്യനെ പോലെ. പൗരസ്ത്യ ഓർത്തഡോക്സ് വീക്ഷണത്തിൽ ആത്മനിയന്ത്രണം അഥവാ ഇന്ദ്രിയജയം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് തന്നെയാണ്. ഇന്ദ്രിയങ്ങൾ എന്നത് പാപമാണ് എന്നൊരു ചിന്ത മധ്യനൂറ്റാണ്ടുകളിലുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് ഇന്ദ്രിയങ്ങൾ ദൈവ സൃഷ്ടിയാണെന്നും അത് ഏറ്റവും ശ്രേഷ്ഠവുമാണ് എന്നുള്ള ഒരു ചിന്തയാണ്. പക്ഷേ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രാധാന്യം അർഹിക്കുന്നത് എന്നും പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. ആന കുഴിയിൽ വീഴുന്നത് ത്വക്കിൽ വികാരം ഉയരുമ്പോഴാണ്. മാനിനെ ചതിക്കുന്നത് വേടന്റെ ഡ്രമ്മിന്റെ ശബ്ദമാണ്, അതിൻ്റെ കാതതിനെ ചതിക്കുന്നു. കുരുവിയെ വലയിലാക്കുന്നത് അലസമായ കാഴ്ചകളാണ്. എലിയെ പെട്ടിയിലാക്കുന്നത് പെട്ടിക്കകത്തെ ഭക്ഷണത്തിൻ്റെ ആ സുഗന്ധം തന്നെയാണ്, മൂക്ക് ചതിക്കുന്നു. തേനിൻ്റെ രുചിയിൽ മതിമറന്ന വണ്ടിന് താമരപ്പൂവിൽ അന്ത്യമാകുന്നു, അതിനെ നാവ് ചതിക്കുകയാണ്. ദുഃഖകരമെന്ന് പറയട്ടെ, മനുഷ്യനെ എല്ലാ ഇന്ദ്രിയങ്ങളും ചതിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതം സുന്ദരമാകും. സുന്ദരമായ ലോകവും പുഴകളും പൂവുകളും പൂമ്പാറ്റുകളും മഞ്ഞും വെയിലും രാവും പകലും തണുപ്പും ചൂടും നക്ഷത്രവും മൃഗങ്ങളും മനുഷ്യനും അങ്ങനെ എത്രയെത്ര നല്ല കാഴ്ചകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. പലപ്പോഴും നമ്മളവ കാണാതെ പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എത്ര സുന്ദരമായ സംഗീതങ്ങളാണ്, ആരാധനാ സംഗീതങ്ങളും പാട്ടുകളും വാദ്യമേളങ്ങളും പ്രകൃതിയിലെ ശബ്ദങ്ങളും കിളികളുടെ ശബ്ദങ്ങളും കാറ്റിൻ്റെ ശബ്ദവും. എത്ര സുന്ദരമാണ് ഈ ഭൂമിയിലെ കേൾവികൾ. ഭക്ഷണത്തിൻ്റെ രുചി സൂക്ഷിച്ചുപയോഗിച്ചാൽ അതും എത്രയോ ആസ്വാദ്യമാണ്. പ്രകൃതി തന്നെ 1000 സുഗന്ധങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കിത്തരുന്നില്ലേ? പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് ലൈംഗികത വിശുദ്ധമാണ് എന്നാണ്. എന്നാൽ അത് കുടുംബജീവിതത്തിൽ പരസ്പര സമ്മതത്തോടുകൂടി വിശുദ്ധമാകണമെന്ന് മാത്രം. പരിശുദ്ധാത്മാവ് ഒരുവനിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ അവൻ്റെ ചിന്തകൾ വിശുദ്ധമായി തീരുകയുള്ളൂ. തെളിഞ്ഞ മനസ്സിൽ മാത്രമേ വെളിച്ചമുള്ള ജീവിതം ഉണ്ടാകൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടേണ്ടുന്നത് വിശുദ്ധമായ വെളിച്ചമുള്ള കുറച്ചുകൂടി തെളിമയുള്ളൊരു ജീവിതമാണ് എന്നാണ് തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് യേശു തമ്പുരാൻ പഠിപ്പിക്കുന്നുണ്ട്, യു ആർ ദ ലൈറ്റ് ഓഫ് ദി വേൾഡ്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന വെളിച്ചത്തിന് മാത്രമേ ഈ ലോകത്തിന് പ്രകാശം നൽകുവാൻ സാധിക്കൂ എന്നുള്ളത് മറന്നുപോകരുത്. ഈ കാത്തിരിപ്പിൻ്റെ കാലയളവ് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം വിതറുന്ന ഫലങ്ങളാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് പുറപ്പെടട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ ജീവിതം വിശുദ്ധമായ ഒരു വെളിച്ചമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ.